വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വിദ്വേഷവും വിഭജന രാഷ്ട്രീയവും കേന്ദ്ര ഭരണകൂടവും സംഘപരിവാറും ആയുധമാക്കുകയാണ്. വികസനത്തെയോ ജനക്ഷേമത്തെയോ കുറിച്ചുള്ള സംവാദങ്ങൾക്ക് പകരം വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത നീക്കങ്ങളാണ് രാജ്യത്ത് പ്രകടമാകുന്നത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകളും സമീപകാല വിവാദങ്ങളും വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയുടെ സാമൂഹിക ഐക്യത്തെ തകർക്കുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്കാണ്. കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്തെ വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണത്തിൽ 13% വർധനവുണ്ടായതായി വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഇന്ത്യ ഹേറ്റ് ലാബ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പ്രകാരം 2025 മാത്രം മത ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് 1318 വിദ്വേഷ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ 88% BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലാണെന്നത് വിഭജന രാഷ്ട്രീയത്തിന് സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന മൗനാനുവാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വികസന ചർച്ചകൾക്ക് പകരം ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, വോട്ട് ജിഹാദ് തുടങ്ങിയ വിവാദ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ടർമാരെ വർഗീയമായി ചേരിതിരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണ്. ദ കേരള സ്റ്റോറി രണ്ടാം ഭാഗം പോലുള്ള സിനിമകൾ സംഘപരിവാറിന്റെ വിഭജന അജണ്ട നടപ്പിലാക്കാനുള്ള ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമർശിച്ചിരുന്നു. മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കാനും ഹിന്ദു മേധാവിത്വ അജണ്ട പ്രചരിപ്പിക്കാനുമാണ് ഇത്തരം സിനിമകൾ ലക്ഷ്യമിടുന്നതെന്ന് അവർ ആരോപിക്കുന്നു. ഹിമന്ത വിശ്വ ശർമ്മയെ പോലുള്ള ഉന്നത പദവിയിലിരിക്കുന്നവർ പോലും വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ തീവ്രത വർദ്ധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അധികാര തുടർച്ചയ്ക്കായി ജനങ്ങളെ മതപരമായി ചേരിതിരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ്. ഭരണകൂടം വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ പ്രയോജകരായി മാറുന്നു എന്ന വിമർശനം ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. ജനകീയ പ്രശ്നങ്ങളിലേക്ക് രാഷ്ട്രീയം മടങ്ങിവരാത്ത പക്ഷം ഈ ധ്രുവീകരണ തന്ത്രങ്ങൾ വരും തലമുറകൾക്കിടയിൽ തീരാത്ത മുറിവുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. Like, share, subscribe.